ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം സപ്തദശോധ്യായഃ. 17-ാമത്തെ അധ്യായത്തിൽ ആകാശഗംഗ നാലായി പിരിഞ്ഞ് 4 ദിക്കിലേക്ക് ഒഴുകിയതും ഇളാവൃത വർഷത്തിൽ വെച്ച് ശ്രീരുദ്രൻ സംകർഷണമൂർത്തിയെ ഉപാസിക്കുന്നതുമാണ് പറയുന്നത്. ഗംഗാനദിയുടെ ഉദ്ഭവത്തെക്കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീശുക ഉവാച. 1-ാമത്തെ ശ്ലോകം. തത്ര ഭഗവതഃ സാക്ഷാത് യജ്ഞലിംഗസ്യ വിഷ്ണോഃ വിക്രമതോ വാമപാദാംഗുഷ്ഠ നഖ നിർഭിന്ന ഊർധ്വ അണ്ഡകടാഹ വിവരേണ അന്തഃപ്രവിഷ്ടായാ ബാഹ്യജലധാരാ തച്ചരണപങ്കജ അവനേജന അരുണകിഞ്ചൽക ഉപരഞ്ജിത അഖില ജഗദഘ മലാപഹ ഉപസ്പർശന അമല സാക്ഷാത് ഭഗവത്പദീ ഇതി അനുപലക്ഷിത വജോഭിധീയമാന അതിമഹത കാലേന യുഗസഹസ്രോപലക്ഷണേന ദിവഹ മൂർധനി അവതതാര യത് തത് വിഷ്ണുപദം ആഹുഹു. യജ്ഞലിംഗസ്യ, ഇത് വാമനമൂർത്തിയുടെ ആ കാലത്തെ കഥ പറയുന്നു. മഹാബലിയുടെ യജ്ഞത്തിൽ ആദ്യം വാമനരൂപത്തിൽ വന്ന് പിന്നീട് ത്രിവിക്രമമൂർത്തിയായി ആകാശം മുട്ടെ ഭവിച്ച തത്ര ഭഗവതഃ, മഹാനുഭാവനായ സാക്ഷാത് വിഷ്ണുഹോ, മഹാവിഷ്ണു തൻ്റെ 3 അടി വയ്ക്കാനായിട്ട് വിക്രമതഃ, അടിവെച്ച് അളന്നുകൊണ്ടുപോകവേ വാമപാദം അവിടുത്തെ ഇടത് കാലിൻ്റെ അങ്കുഷ്ഠ നഖം, പെരുവിരലിൻ്റെ നഖം കൊണ്ട് നിർഭിന്നം പിളർന്നുപോയ, ഉപരിഭാഗം പിളർന്ന അണ്ഡകടാഹം, ആ ബ്രഹ്മാണ്ഡ കടാഹത്തിന് ഒരു ദ്വാരമുണ്ടായി. അങ്ങനെ ആ വിവരേണ എന്നാൽ ദ്വാരത്തിലൂടെ അന്തഃപ്രവിഷ്ട, അന്തരീക്ഷത്തിൽ നിന്നാണ് ആ ഗംഗാദേവി ഉള്ളിലേക്ക്, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് കടന്നതും ഇനി ഭഗവാന്റെ കാൽ സ്പർശം ഏറ്റതിനാൽ തച്ചരണപങ്കജ അവനേജന അരുണകിഞ്ചൽക ഉപരഞ്ജിത, ഭഗവാന്റെ ചരണപങ്കജം തൃപ്പാദ കമലത്തിൻ്റെ അവനേജനം പ്രക്ഷാളനം കൊണ്ട് അതിലെ അരുണകിഞ്ചൽക്കം, ആ താമര പോലെയുള്ള കാലുകളിൽ ഉള്ള കുങ്കുമമാകുന്ന കിഞ്ചൽക്ക ഉപരഞ്ജിത, കേസരങ്ങളോടുകൂടി ചേർന്നതും അഖില ജഗത്, സകല ലോകങ്ങളുടെയും അല്ലെങ്കിൽ ലോകത്തിലെ ആളുകളുടെയും അഖം, പാപത്തെയും മലം, മാലിന്യങ്ങളെയും ഉപസ്പർശനം, മലാപഹം, ആ മാലിന്യങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന ഉപസ്പർശന, സ്പർശനത്തോടുകൂടിയതും അമല, നിർമ്മലമായതും ഭഗവാന്റെ പാദത്തിൻ്റെ സ്പർശത്താൽ ഉണ്ടായതുകൊണ്ട് സാക്ഷാത് ഭഗവത്പദി ഇതി, ഭഗവത്പദി അഥവാ വിഷ്ണുപദി ഇങ്ങനെ മാത്രം അറിയപ്പെട്ടിരുന്നതും എന്നാൽ പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ട് മറ്റു പല പേരുകൾ കിട്ടിയതും, അതാണ് അനുപലക്ഷിത വജോഭിധീയമാന. ഭഗീരഥന്റെ പ്രയത്നത്താൽ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് ഭാഗീരഥി എന്നറിയപ്പെട്ടു. അങ്ങനെ വരുന്ന വഴിക്ക് ജഹ്നുമഹർഷിയുടെ ചെവിയിൽ നിന്ന് പുറത്തേക്ക് വന്നതിനാൽ ജാഹ്നവി എന്നറിയപ്പെട്ടു. ഇങ്ങനെ അനുപലക്ഷിതം, മറ്റ് ഉപലക്ഷിത നാമങ്ങളാൽ വജോഭിധീയമാന, അഭിധാനം അന്ന് ചെയ്തിരുന്നില്ല. അതായത്
ഈ പേരുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്നാകെ ഉണ്ടായിരുന്ന പേര് വിഷ്ണുപതി എന്നായിരുന്നു. പിന്നീടാണ് ഈ രണ്ട് പേരുകളൊക്കെ, പല പേരുകളും വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള പേരുകൾ വന്നത് പിന്നീടാണ്. യാ ബാഹ്യ ജലധാര, യാതൊരു ബഹിർജല പ്രവാഹമുണ്ടോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആകാശഗംഗ അതിനു മുൻപ് സൂക്ഷ്മതലത്തിൽ ഒഴുകിയിരുന്ന, ആധ്യാത്മികമായി ഉയർന്ന തലത്തിലുള്ളവർക്ക് മാത്രം കാണപ്പെട്ടിരുന്ന നദിയായിരുന്നു. എന്നാൽ ഭഗവാന്റെ കാൽപാദമേറ്റ് ആ ബ്രഹ്മാണ്ഡ കടാഹത്തിനൊരു ദ്വാരമുണ്ടായിട്ട് അതിനുള്ളിൽ കൂടെ പ്രവഹിച്ചപ്പോൾ എല്ലാവർക്കും കാണത്തക്ക വിധത്തിലുള്ള നദിയായി. അതാണ് യാതൊരു ബഹിർജലപ്രവാഹമുണ്ടോ അത്. യുഗസഹസ്ര ഉപലക്ഷണേന, ഇങ്ങനെ ഭഗവാന്റെ കാലിന്റെ പാദത്താൽ സ്പർശിക്കപ്പെട്ടെങ്കിലും ആ ഗംഗാദേവി ഉദ്ഭവിക്കാൻ വീണ്ടും 1000 യുഗങ്ങൾ ചേർന്നിട്ടുള്ള അതിമഹതാകാലേന, ഏറ്റവും ദീർഘിച്ച കാലം കൊണ്ട് ദിവഹമൂർധനി, ആ അന്തരീക്ഷ ലോകത്തിന്റെ അഗ്രത്തിൽ അവതതാര, അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. യത് തത്, അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തെയാണ് വിഷ്ണുപദം ആഹുഹു, വിഷ്ണുപദം എന്ന് പറയുന്നത്. ഭഗവാന്റെ വാമനമൂർത്തിയായുള്ള അവതാരത്തിൽ ബലിയുടെ യജ്ഞവേദിയിൽ ചെന്ന് 3 അടി മണ്ണ് അപേക്ഷിക്കുകയുണ്ടായി. ബലി അത് നൽകിയപ്പോൾ വാമനമൂർത്തി ത്രിലോകങ്ങളും അളന്നെടുക്കാനായിട്ട് ത്രിവിക്രമമൂർത്തിയായി മാറി. അങ്ങനെ സ്വർലോകം അളക്കാനായി ഇടതുകാൽ ഉയർത്തിയപ്പോൾ ആ പെരുവിരൽ നഖമേറ്റ് ബ്രഹ്മാണ്ഡം ഭേദിക്കുകയും ആ ദ്വാരത്തിൽ കൂടി സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്നതിന് പര്യാപ്തയായ ഗംഗാനദി ഉദ്ഭവിക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും പെട്ടെന്നല്ല, 1000 യുഗങ്ങൾ ചേർന്നിട്ടുള്ള ദീർഘിച്ച കാലം കൊണ്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പാദസ്പർശം കൊണ്ട് ജനിച്ചവളായതുകൊണ്ട് ഗംഗ വിഷ്ണുപതി എന്ന് പ്രസിദ്ധയായി. ഇങ്ങനെ 1000 ചതുർയുഗങ്ങൾ കൊണ്ട് ദ്യോവിന്റെ മൂർധാവിലെത്തി ഗംഗ ഉദ്ഭവിച്ച ആ സ്ഥാനം വിഷ്ണുപദം എന്നും പ്രസിദ്ധമായി. ഇങ്ങനെയുള്ള ആ ഗംഗാപ്രവാഹത്തെ, ആ വിഷ്ണുപദത്തിൽ എത്തിച്ചേർന്ന ധ്രുവൻ എല്ലായ്പ്പോഴും തൻ്റെ ശിരസിൽ ധരിക്കുന്നുണ്ട് എന്നാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യത്രഹ വാവ വീരവ്രത ഔത്താനപാദിഹി പരമഭാഗവതഃ അസ്മത് കുലദേവതാ ചരണാരവിന്ദോദകം ഇതി യാം അനുസവനം ഉത്കൃഷ്യമാണ ഭഗവത് ഭക്തിയോഗേന ദൃഢം ക്ലിദ്യമാന അന്തർഹൃദയ ഔത്കണ്ഠ്യ വിവശാമീലിത ലോചന യുഗള കുഡ്മള വികളിത അമല ബാഷ്പകലയ അഭിവ്യജ്യമാന രോമപുളക പുളകഃ അധുനാ അപി പരമാദരേണ ശിരസാ ബഭർത്തി. ഇങ്ങനെ ഈ വിഷ്ണുപദത്തിൽ യത്രഹ വാവ, ആ അദ്ഭുതം, വീരവ്രതഃ ഉഗ്രവ്രതനും പരമഭാഗവതഃ പരമഭഗവത് ഭക്തനുമായ ഔത്താനപാദിഹി ഉത്താനപാദപുത്രനായ ധ്രുവൻ ഈ ഗംഗയെ കാണുന്ന സമയത്ത് ഉള്ളിൽ ചിന്തിക്കും, അസ്മത് കുലദേവതാ ചരണാരവിന്ദ ഉദകം, നമ്മുടെ കുലദൈവമായ ഭഗവാൻ ശ്രീഹരിയുടെ ചരണാരവിന്ദത്തിൽ നിന്ന് ഉണ്ടായ ഉദകമാണല്ലോ, പവിത്രജലമാണല്ലോ ഇതി എന്ന് ചിന്തിച്ചുകൊണ്ട് യാതൊരു ഗംഗാജലത്തെ അനുസവനം, അനുക്ഷണം, ഉത്കൃഷ്യമാണം, വളർന്നു വരുന്ന ഭഗവത് ഭക്തിയോഗേന, ഭഗവാനിലുള്ള ദൃഢമായ ഭക്തിയോഗത്താൽ, ദൃഢം ക്ലിദ്യമാന അന്തർഹൃദയ, ഭക്തിയോഗത്തിൽ നമ്മൾ കൂടുതൽ അങ്ങനെ ലയിച്ചു ചേരുന്ന സമയത്ത് ഉള്ളം അലിവാർന്നതാകും. അതാണ് ക്ലിദ്യമാന അന്തർഹൃദയ. അത്യന്തം അലിവാർന്ന ഉൾത്തടത്തോടുകൂടിയവനും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അത്രയധികം ഉള്ളിൽ ഒരു നിറവുണ്ടാകുന്നത് കൊണ്ട്
കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റു വീഴാറുണ്ട്. അതാണ് ഔത്കണ്ഠ്യ വിവശം, ഔത്സുക്യത്താൽ വിവശവും ആമീലിത ലോചനയുഗളം, അല്പമടഞ്ഞതുമായ കണ്ണിണയാകുന്ന ആ പൂമൊട്ടുകളിൽ നിന്ന്, യുഗള കുഡ്മളം, പൂമൊട്ടുകളിൽ നിന്ന് വികളിതം, അടർന്നു വീഴുന്ന ബാഷ്പകലയാ, നിർമ്മലമായ ആ ബാഷ്പധാരയാൽ, അഭിവ്യജ്യമാന രോമ പുളക പുളകഃ, അഭിവ്യഞ്ജിക്കപ്പെടുന്ന രോമാഞ്ചച്ചാർത്തോടുകൂടിയവനുമായി ഭവിച്ച്, അധുനാ അപി, ഇപ്പോഴും പരമാദരേണ, അത്യാദരത്തോടുകൂടി ശിരസാഭിഭർത്തി, തൻ്റെ ശിരസാലെ ധരിച്ചു വരുന്നു. ഇങ്ങനെ വിഷ്ണുപദത്തിൽ ഉദ്ഭവിച്ച കാണപ്പെട്ട ആ ഗംഗാജലത്തെ ഉത്താനപാദന്റെ പുത്രനും മഹാഭാഗവതനുമായ ധ്രുവൻ തൻ്റെ പരദേവതയായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശമേറ്റുവരുന്ന ഗംഗയാണല്ലോ എന്ന രീതിയിൽ 3 സന്ധ്യകളിലും ശിരസിൽ വഹിക്കുന്നു. ഇനി ധ്രുവമണ്ഡലത്തിൻ്റെ താഴെയുള്ള സപ്തഋഷിമണ്ഡലം, അവിടെയുള്ള ഋഷിമാരും ഈ ഗംഗയെ തങ്ങളുടെ ജടകളിൽ അങ്ങനെ സ്വീകരിച്ച് ആനന്ദ നിർവൃത്തി അടയാറുണ്ട്. അതാണ് 3-ാമത്തെ ശ്ലോകം. തത സപ്തഋഷയഃ തത്പ്രഭാവജ്ഞ യാ നനു തപസ ആത്യന്തികീ സിദ്ധിഃ ഏതാവതി ഭഗവതി സർവാത്മനി വാസുദേവേ അനുപരത ഭക്തിയോഗലാഭേന ഏവ ഉപേക്ഷിത അന്യാർത്ഥ ആത്മഗതയോ മുക്തിം ഇവ ആഗതാം മുമുക്ഷവഃ ഇവ സ ബഹുമാനം അദ്യാപി ജടാജൂടൈഃ ഉദ്വഹന്തി. തതഃ, ഈ ധ്രുവമണ്ഡലത്തിന് താഴെയായിട്ട് സപ്തഋഷയഃ, സപ്തർഷിമാർ, തത്പ്രഭാവജ്ഞാഃ, ഗംഗയുടെ മാഹാത്മ്യത്തെ അറിഞ്ഞുകൊണ്ട് തങ്ങൾ ഇത്രയും കാലം ചെയ്ത തപസ്സിൻ്റെ ആത്യന്തികീ സിദ്ധിഃ, പരമാർത്ഥമായ സിദ്ധി ഇതാ വന്നിരിക്കുന്നു. നനു ഏതാവതി ഇതി, ഇത് തന്നെയാണല്ലോ ആ സിദ്ധി എന്ന് കരുതിക്കൊണ്ട് ഭഗവതി സർവാത്മനി വാസുദേവേ, ആ സർവാന്തര്യാമിയായ ഭഗവാൻ വാസുദേവനിൽ അനുപരത ഭക്തിയോഗലാഭേന ഏവ, നിരന്തരം അങ്ങനെ പ്രവഹിക്കുന്ന ഭക്തിയോഗത്തിൻ്റെ സംപ്രാപ്തി കൊണ്ട് മറ്റുള്ള പുരുഷാർത്ഥങ്ങളൊന്നും വേണ്ട, മോക്ഷം പോലും വേണ്ട. അതാണ് ഉപേക്ഷിത അന്യ അർത്ഥ ആത്മഗതയഃ. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളൊന്നും തന്നെ വേണ്ട എന്ന രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഇതര പുരുഷാർത്ഥങ്ങളോടും അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മജ്ഞാനം ലഭിച്ചു. അങ്ങനെ ലഭിച്ച ആത്മജ്ഞാനത്തോടും കൂടിയവരായിട്ട് മുമുക്ഷവഃ, മുമുക്ഷുക്കൾ ആഗതാമുക്തിം ഇവ, മോക്ഷം ഇച്ഛിക്കുന്നവർക്ക് തനിയെ ആ മുക്തി വന്നു ചേർന്നാൽ എന്നതുപോലെ സ ബഹുമാനം, അത്രയും ബഹുമാനത്തോടെ അദ്യാപി, ഇപ്പോഴും യാം, ഈ ഗംഗാനദിയെ ജടാജൂടൈഹി, തങ്ങളുടെ ജടാമകുടങ്ങളിൽ ഉദ്വഹന്തി, വഹിച്ചുകൊണ്ടിരിക്കുന്നു. ധ്രുവമണ്ഡലത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന സപ്തർഷികളും ആത്യന്തികമായ ഫലസിദ്ധിക്കായിക്കൊണ്ട് മൂർത്തിമതിയായ മുക്തിയാണ് വന്നിരിക്കുന്നത് എന്നതുപോലെ ആ ഗംഗാനദിയെ ആദരവോടുകൂടി തങ്ങളുടെ ജടാമകുടങ്ങളിൽ വഹിക്കുന്നു. 4-ാമത്തെ ശ്ലോകം. തതഃ അനേക സഹസ്രകോടി വിമാന ആനീക സങ്കുല ദേവയാനേന അവതരന്തി ഇന്ദുമണ്ഡലം ആവാര്യ ബ്രഹ്മസദനെ നിപതതി. ഇനി ആ ഋഷിമണ്ഡലത്തിൽ നിന്നും താഴേക്ക് തതഃ അനേക സഹസ്രം, അനേകായിരം കോടി വിമാന ആനീകം, വിമാനങ്ങളാൽ ഇടതിങ്ങിയ സങ്കുല ദേവയാനേന, ആ ആകാശവീഥിയിലൂടെ അവതരന്തി, താഴോട്ടിറങ്ങിക്കൊണ്ട് ഇന്ദുമണ്ഡലം ആവാര്യ, ചന്ദ്രമണ്ഡലത്തെ നനച്ച് പിന്നീട് ബ്രഹ്മസദനെ, ആ ബ്രഹ്മസദനത്തിൽ നിപതതി, വന്നു വീഴുന്നു. ഋഷിമണ്ഡലത്തിൽ നിന്ന് വീണ്ടും താഴേക്ക് വന്ന് ആകാശവീഥികളിലൂടെ ചന്ദ്രമണ്ഡലത്തെയും നനച്ച് പിന്നീട്
മേരുവിൻ്റെ മൂർധാവിലുള്ള ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനത്ത് പതിക്കുന്നു. അപ്പോൾ അതിനും എത്രയോ മുകളിലാണ് വിഷ്ണുപദം എന്ന് മനസ്സിലാക്കണം. ഇവിടെ നിന്നാണ് പിന്നീട് 4 പിരിഞ്ഞിട്ട് കൈവഴികളായിട്ട് ഗംഗാദേവി ഭൂമിയിലേക്ക് വന്ന് സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നത്. തത്ര ചതുർധാ ഭിദ്യമാന ചതുർഭിഃ നാമഭിഃ ചതുർദിശം അഭിസ്യന്തന്തി നദനദീപതിം ഏവ അഭിനിവിശതി സീതാ അളകനന്ദ ചക്ഷുഃ ഭദ്ര ഇതി. തത്ര അവിടെ വെച്ച്, ഈ ബ്രഹ്മസദനത്തിൽ വെച്ച്, ചതുർധ 4 ഭിദ്യമാന പിരിഞ്ഞിട്ട്, സീത അളകനന്ദ ചക്ഷു ഭദ്ര, ഇതാണ് 4 പേരുകൾ. ഇത് ചതുർഭിഃ നാമഭിഃ 4 പേരുകളോടുകൂടി ചതുർദിശം അഭിസ്യന്തന്തി 4 ദിക്കിലേക്കും ഒഴുകിക്കൊണ്ട് അവസാനം നദനദീപതിം ഏവ സമുദ്രത്തിലേക്ക് തന്നെ അഭിനിവിശതി ചെന്നു ചേരുന്നു. ഇനി 4 തിരിഞ്ഞിരിക്കുന്നതിൽ സീത എന്ന ആ ഗംഗാദേവിയുടെ കൈവഴി ഒഴുകി പതിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. 6-ാമത്തെ ശ്ലോകം. സീതാതു ബ്രഹ്മസദനാത് കേസര അചലാദി ഗിരിശിഖരേഭ്യഃ അധോധ പ്രസ്രവന്തി ഗന്ധമാദനമൂർധസു പതിത്വാ അന്തരേണ ഭദ്രാശ്വവർഷം പ്രാച്യാം ദിശി ക്ഷാരസമുദ്രം അഭിപ്രവിശതി. ബ്രഹ്മസദനാത്, ആ മേരുശിരസിലുള്ള ബ്രഹ്മസദനത്തിൽ നിന്ന്, സീതാതു സീത എന്ന ആ പ്രവാഹം, കേസര അചലാദി ഗിരിശിഖരേഭ്യഃ, മേരു എന്ന് പറയുന്നത് ഭൂമിയാകുന്ന പദ്മത്തിന്റെ കർണികയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ കർണികയ്ക്ക് ചുറ്റും മുളച്ചു നിൽക്കുന്നതോ എന്ന് തോന്നുന്ന കേസരങ്ങളായിട്ട് കുറെ പർവ്വതങ്ങളുടെ പേര് പറഞ്ഞിരുന്നു. ആ പർവ്വതങ്ങളുടെ, അതാണ് മേരുവാകുന്ന ഭൂപത്മകർണികയുടെ കേസരങ്ങളായി നിൽക്കുന്ന കേസര അചലാദി പർവ്വതനിരകളുടെ ഗിരിശിഖരേഭ്യഃ പ്രധാന ശൃംഗങ്ങളിൽ പതിച്ച് അവിടെ നിന്നും അധോധ പ്രസ്രവന്തി താഴോട്ടായി ഒഴുകിക്കൊണ്ട് ഗന്ധമാദനമൂർധസു പതിത്വ ഗന്ധമാദനഗിരി ശിഖരങ്ങളിൽ പതിച്ച് ഭദ്രാശ്വവർഷം, ഭദ്രാശ്വവർഷം എന്ന പ്രദേശത്തിൻ്റെ അന്തരേണ മധ്യത്തിലൂടെ ഒഴുകി പ്രാച്യാം ദിശി കിഴക്കുഭാഗത്തുള്ള ക്ഷാരസമുദ്രം ലവണസമുദ്രത്തിലേക്ക് അഭിപ്രവിശതി, അങ്ങനെ ലയിച്ചു ചേരുന്നു. സീത എന്ന ഗംഗാപ്രവാഹം ബ്രഹ്മപുരത്തിൽ നിന്ന് പുറപ്പെട്ട് ഭൂമിയാകുന്ന കമലത്തിന്റെ കേസരസ്ഥാനത്തുള്ള പർവ്വതങ്ങളിലൂടെ പ്രവഹിച്ച് ഗന്ധമാദന പർവ്വതത്തിന്റെ മുകളിൽ പതിച്ച് പിന്നീട് ഭദ്രാശ്വം എന്ന വർഷത്തിലൂടെ താഴേക്കൊഴുകി വന്നങ്ങനെ കിഴക്ക് ഭാഗത്തുള്ള ലവണ സമുദ്രത്തിൽ ചേരുന്നു. 7-ാമത്തെ ശ്ലോകം. ഏവം മാല്യവത് ശിഖരാത് നിപതന്തി തതഃ അനുപരതവേഗ കേതുമാലം അഭിചക്ഷുഃ പ്രതീച്യാം ദിശി സരിത്പതിം പ്രവിശതി. ഏവം ഇപ്രകാരം ചക്ഷുഹു, ചക്ഷു എന്നു പേരുള്ള ഗംഗാപ്രവാഹം മാല്യവത് ശിഖരാത് മാല്യവാന്റെ കൊടുമുടിയിൽ നിന്ന് കേതുമാലം അഭിനിപതന്തി കേതുമാല വർഷാഭിമുഖത്തിലേക്ക് പതിച്ചുകൊണ്ട് തതഃ അവിടെ നിന്നും പിന്നീട് അനുപരതവേഗ ഒരിക്കലും ഒഴുക്കിൻ്റെ ആ ഊക്കിന് കുറവ് വരുന്നില്ല, അങ്ങനെ ഊക്കിന് കുറവില്ലാതെ പ്രതീച്യാം ദിശി പടിഞ്ഞാറ് ഭാഗത്തുള്ള സരിത്പതിം സമുദ്രത്തിലേക്ക് പ്രവിശതി കടന്നു ചെല്ലുന്നു. ചക്ഷുസ് എന്ന ഗംഗാപ്രവാഹം മാല്യവാന്റെ മുകളിൽ നിന്ന് കേതുമാല വർഷത്തിലൂടെ ഒഴുകി പടിഞ്ഞാറേ സമുദ്രത്തിൽ ചേരുന്നു. 8-ാമത്തെ ശ്ലോകം. ഭദ്രാച്ച ഉത്തരതോ മേരുശിരസോ നിപതിത ഗിരിശിഖരാത് ഗിരിശിഖരം അതിഹായ ശൃംഗവത ശൃംഗാത് അവസ്യന്തമാന ഉത്തരാൻ തു കുരൂൻ അഭിത ഉദീച്യാം ദിശി ജലധിം അഭിപ്രവിശതി. ഭദ്രാച്ച, ഭദ്ര എന്നു പേരായ ആ ജലഗംഗാപ്രവാഹം
മേരുശിരസഹ ഉത്തരതഃ മേരുശിരസിന്റെ വടക്കു ഭാഗത്ത് നിന്ന് നിപതിത താഴേക്ക് വന്ന് ഗിരിശിഖരാത്ത് ഒരു പർവ്വത ശൃംഗത്തിൽ നിന്ന് ഗിരിശിഖരം അതിഹായ മറ്റൊരു പർവ്വത ശൃംഗത്തിലേക്ക് കടന്ന് ശൃംഗവതഃ ശൃംഗാത് ശൃംഗവാൻ മലയുടെ കൊടുമുടിയിൽ നിന്ന് അവസ്യന്തമാന താഴോട്ടൊഴുകി ഉത്തരാൻ കുരൂൻ അഭിതഃ ഉത്തര കുരുവർഷങ്ങളെ ചുറ്റിക്കൊണ്ട് ഉദീച്യാം ദിശി വടക്ക് ദിക്കിലെ ജലധിം കടലിലേക്ക് അഭിപ്രവിശതി ചെന്ന് ചേരുന്നു. ഭദ്ര എന്നു പേരുള്ള ഗംഗാപ്രവാഹം മേരുവിന്റെ വടക്കു ഭാഗത്തുള്ള കുമുദാദ്രിയിൽ പതിച്ച് നീലം ശ്വേതം എന്നീ പർവ്വത ശിഖരങ്ങളിൽ കൂടി ഒഴുകി ഉത്തര കുരുവർഷത്തെ നനച്ച് ഉത്തര സമുദ്രത്തിൽ പതിക്കുന്നു. ഇനി 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അളകനന്ദ എന്ന പേരോടുകൂടിയ ഗംഗാപ്രവാഹമാണ് നമ്മുടെ ഭാരതവർഷത്തിലേക്ക് ഒഴുകി വരുന്നത്. തഥായേവ അളകനന്ദ ദക്ഷിണേന ബ്രഹ്മസദനാത് ബഹൂനി ഗിരികൂടാനി അതിക്രമ്യ ഹേമകൂടാത് ഹൈമകൂടാനി അതിരഭസതര രംഭസ ലുഠയന്തി ഭാരതം അഭിവർഷം ദക്ഷിണായാം ദിശി ജലധിം അഭിപ്രവിശതി യസ്യാം സ്നാനാർത്ഥം ച ആഗച്ഛതഃ പുംസഃ പദേ പദേ അശ്വമേധ രാജസൂയാദീനാം ഫലം ന ദുർലഭം ഇതി. തഥായേവ അതേപോലെ അളകനന്ദ എന്ന ആ ഗംഗാപ്രവാഹം ബ്രഹ്മസദനാത് ദക്ഷിണേന ബ്രഹ്മസദനത്തിന്റെ തെക്കോട്ടൊഴുകി ബഹൂനി ഗിരികൂട്ടാനി അനേകം ഗിരിശൃംഗങ്ങളെ അതിക്രമിച്ചിട്ട് ഹേമകൂടത്തിൽ നിന്ന് ഹൈമകൂട്ടാനി ലുഠയന്തി ഹിമാലയത്തിന്റെ ഹിമമയ ശിഖരങ്ങളെ തകർത്തുകൊണ്ട് അതിരഭസതരരംഭസ അതിശീഘ്രമായ പ്രവാഹവേഗത്തോടെ ഭാരതവർഷത്തെ അഭിമുഖീകരിച്ച് ദക്ഷിണസ്യാം ദിശി തെക്കേ ദിക്കിൽ വെച്ച് ജലധിം അഭിപ്രവിശതി സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. യസ്യാം സ്നാനാർത്ഥം ഈ ഒരു നദിയിൽ സ്നാനത്തിനായി ആഗച്ഛതഃ പുംസഃ വരുന്ന മനുഷ്യന് പദേ പദേ ച ഓരോ അടിവെപ്പിലും, അതായത് ആ ഗംഗാസ്നാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അശ്വമേധവും രാജസൂയവും ഒക്കെ നടത്തുന്ന ഫലത്തിന് തുല്യമാണത്രേ. ഇതാണ് അശ്വമേധ രാജസൂയാദീനാം ഫലം ന ദുർലഭം ഇതി, ദുർലഭമല്ല എന്ന് പറയുന്നു. ആ ഫലത്തിന് തുല്യമാണ് ഗംഗയിൽ സ്നാനം ചെയ്യുന്നത്. ഗംഗാനദിക്ക് പവിത്രമായ ഭഗവാന്റെ പാദസ്പർശമേറ്റത് എന്ന ഒരു സിദ്ധിയുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒഴുകുന്ന പർവ്വത ശിഖരങ്ങളിലൊക്കെയുള്ള ഔഷധത്തിൻ്റെ ആ ചാറ് വഹിച്ചുകൊണ്ടാണ് ഗംഗാനദി അങ്ങനെ ഒഴുകുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഗംഗാനദിയിൽ സ്നാനം ചെയ്താൽ നമുക്ക് ഒരു ശുദ്ധി ലഭിക്കും എന്ന് പറയുന്നത്. ഈ ഗംഗാനദിയുടെ പവിത്രതയെക്കുറിച്ച് ഒരു പരീക്ഷണം എന്നതുപോലെ പണ്ട് നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരൊക്കെ വന്ന ആ സമയത്ത് അവർ ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ നദി, തെംസ് നദി, അങ്ങനെ ഏതോ ഒരു നദിയിൽ നിന്ന് വെള്ളമെടുത്തിട്ട് കപ്പലിൽ വെച്ചു. പക്ഷെ പകുതിയല്ല, അതിനു മുന്നേ തന്നെ അത് മോശമായി കുടിക്കാൻ പറ്റാത്തതായി കളഞ്ഞു എന്നാണ്. എന്നാൽ ഇവിടെ നിന്ന്, കൊൽക്കത്തയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഗംഗാനദി കുപ്പിയിലാക്കി അവിടെ എത്തിയിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടും ആ നദിയുടെ ആ വെള്ളത്തിന്റെ ശുദ്ധി അതുപോലെ ഉണ്ടായിരുന്നു എന്ന് സ്വാമി രാമയുടെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. 10ാമത്തെ ശ്ലോകം. അന്യേച നദാഹ നദ്യഃ ച വർഷേ വർഷേ സന്തി ബഹുശോ മേരുവാദി ഗിരിദുഹിതരഃ ശതശഃ. ഇപ്പോൾ ഗംഗാനദിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇത് കൂടാതെ അന്യേച നദാഹ നദ്യഃ ച, നദങ്ങളും നദികളും, കിഴക്കോട്ടൊഴുകുന്നവയെ ആണ് നദികൾ എന്ന് വിളിക്കുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്നവ നദങ്ങളാണ്. രണ്ടും നദീപ്രവാഹം തന്നെയാണ്. പക്ഷെ
എങ്ങോട്ടൊഴുകുന്നു എന്നതിനനുസരിച്ചാണ് അവയെ നദങ്ങളും നദികളും എന്ന് വിളിക്കുന്നത്. വർഷേ വർഷേ ഇങ്ങനെ ഒരുപാട് നദികൾ ഗംഗയെ കൂടാതെ ഓരോ വർഷത്തിലും ബഹുശഃ പല മട്ടിൽ മേരുവാദി ഗിരിദുഹിതരഹ മേരു മുതലായ പർവ്വതങ്ങളുടെ സന്താനങ്ങളായിട്ട് ശതശഃ സന്തി 100 കണക്കിന് ഉണ്ട്. അത്രയധികം പുണ്യനദികളാൽ പവിത്രമാണ് ഈ ഭൂമി. ഇനി ഗംഗാദേവിയുടെ പവിത്രത പ്രത്യേകിച്ച് പറയാനില്ല. അത് നമ്മുടെ ഭാരതത്തിലൂടെ ഒഴുകുന്നതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.